Hello, welcome to Market Discussion of the Day. Today, December 5th, 2024, വെനസ്ഡേ ആണ്. അപ്പോൾ നമ്മുടെ നോൺ ഫാം പേറോളിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസമാണ്. അപ്പം അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റിൽ ഇന്ന് വളരെ സ്ലോ മൂവ്മെൻറ്റ് തന്നെയാണ് ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം നോൺ ഫാം പേറോളിൻ്റെ മുന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു സ്ലോ മൂവ്മെൻ്റ് ആയിരിക്കും. ഓക്കെ, സോ അത് മാറണം, അല്ലെങ്കിൽ ഒരു റേഞ്ച് വിട്ട് പോകുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുന്നത് US നിന്ന് എന്തെങ്കിലും ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു റേഞ്ചൊക്കെ വിട്ട് മാർക്കറ്റ് നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു ഈ ഒരു ലെവലിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും എന്നല്ലാതെ വേറൊന്നും ഇന്നത്തെ ദിവസം സംഭവിക്കില്ല. ഓക്കെ, രണ്ടാമത്തെ കാര്യം, നാളത്തെ ദിവസം നോൺ ഫാം പേറോളാണ്. നാളെ 4 മണിക്ക് വൈകുന്നേരം, മീൻസ് ഇന്ത്യൻ ടൈം 6 മണിക്കായിരിക്കും ഈ നോൺ ഫാം പേറോൾ വരുന്നത്. UK ടൈം 1:30ക്കാണ് ഈ നോൺ ഫാം പേറോൾ വരുന്നത്. അതിന് 1-2 മണിക്കൂർ മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കുക. പ്രോഫിറ്റ് ഉള്ള ആൾക്കാർ പ്രോഫിറ്റ് എടുത്ത് മാറുക, ലോസ് ഉള്ള ആൾക്കാർ ലോസ് എടുത്ത് മാറുക എന്നുള്ളതാണ്. കാരണം ഗോൾഡിലൊക്കെ ഏകദേശം ഒരു $100 അല്ലെങ്കിൽ $150 മൂവ്മെൻ്റ് ആണ് നമുക്ക് കഴിഞ്ഞ 2 ആഴ്ച ആയിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട്, US ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള 3 ആഴ്ചയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ അതിനകത്ത് നിന്ന് ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് നാളെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. അതുകൊണ്ടിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും സേഫ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് ആണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഓക്കെ, സോ നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ, വേറെ ഇന്നത്തെ ദിവസം വേറെ ഫണ്ടമെൻ്റൽസ് ഒന്നുമില്ല. ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പം JPYയിലെ കാര്യം നോക്കുകയാണെങ്കിൽ, JPY ഇന്നലെ നമുക്ക് ഓൾമോസ്റ്റ് 151.185 വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു 152 ടച്ച് ചെയ്യും. അവിടെ വെച്ചിട്ടൊരു സെല്ലെടുക്കാനായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്നലെ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ 152 എന്തായാലും നമുക്കൊരു സെല്ലില്ലായിരുന്നു. ഇന്നലെ നമുക്ക് JPYയിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇനി നമുക്ക് 152 താഴെയായിട്ട് ഒരു മാർക്കറ്റ് ഓപ്പണിങ്ങിനോ ക്ലോസിങ്ങിനോ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അവിടുന്ന് സെല്ലെടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, സോ ബട്ട് നമുക്ക് 150 താഴെയായിട്ട് നമ്മളൊരു സെല്ലെടുക്കണമെങ്കിൽ നമുക്ക് 2 മാർക്കറ്റ് ഓപ്പണിങ്സിന് നമുക്ക് 150 താഴെയായിട്ട് കടക്കണമായിരുന്നു. ഓക്കെ, സോ രാവിലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, രാവിലെ ഇപ്പോൾ 7 മണിക്ക്, ഇന്ത്യൻ ടൈം 7:30 നോക്കിക്കഴിഞ്ഞാൽ 150.517 ആണ്. ഓക്കെ, സോ നേരെ നമ്മൾ യൂറോപ്പ് ഓപ്പണിംഗ് ടൈം നോക്കിയാൽ 149.931 ആണ്. ഒരു മാർക്കറ്റ് ടൈമിങ്ങിൽ നമുക്ക് 150 താഴെയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് മാത്രം വെച്ചുകൊണ്ട് ഇപ്പോൾ ഒരു സെല്ലെടുക്കാം. പക്ഷേ അത് 100% ഉറപ്പായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. ഓക്കെ, നിങ്ങൾക്ക് റിസ്ക് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് വന്നിട്ട് 150.60 അല്ല, 150.80 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളതാണ് അവിടുത്തെ ഒരു റിസ്കി ഫാക്ടർ. ഓക്കെ, സോ വേണമെങ്കിൽ ഇപ്പോൾ ഒരു സെല്ലെടുക്കുക. കാരണം വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇത് റിസ്ക് ആണെന്ന് പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ, ഏഷ്യ ക്ലോസ് ആയ സമയത്ത് ഇപ്പോൾ നോക്കാം 150 മുകളിലായിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. അതുകൊണ്ടിട്ടാണ് റിസ്ക് ആണെന്ന് പറഞ്ഞത്. വേണമെങ്കിൽ റിസ്കി ഒരു സെല്ലിടാം വേണമെങ്കിൽ. പക്ഷേ സ്റ്റോപ്പ് ലോസ് 150.80 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളതാണ്. ഈ 2 ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് എന്താ പറയുക, നമ്മുടെ JPYയിൽ പറയാനുള്ളത്. യൂറോ എല്ലാ താഴ്ന്ന പോയിൻറ്റും നമുക്ക് ബൈ പോയിൻ്റ് ആണ്. ഇനി നമുക്ക് 1.0500 കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് വീണ്ടും ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് യൂറോയിലുള്ളൊരു ഓപ്പർച്യൂണിറ്റി. 1.0570 മുകളിൽ ഒരു ലോങ്ങർ ടേം ബൈ ഉണ്ടാവും. ഓക്കെ, അത് നമുക്ക് ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 400 പിപ്സോളം മുകളിലോട്ട് നമുക്ക് ആ ഒരു ബൈ പോയിൻ്റ് കിട്ടും എന്നുള്ളതാണ് നമുക്ക് അതിനകത്തുള്ളൊരു അഡ്വാൻറ്റേജ്. ഓക്കെ, ഇന്നലെ നമ്മൾ പല ആൾക്കാരും ഉറപ്പായിട്ട് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1.0500 മുകളിലായിട്ട് ബൈ ചെയ്യേണ്ടത്. നമ്മൾ വളരെ ചെറിയൊരു ടേക്ക് പ്രോഫിറ്റ്, ഒരു 50 പിപ്പിൻ്റെ ടേക്ക് പ്രോഫിറ്റ് എടുക്കാനായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ്. അതെടുത്തിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും, ഒരു ലോട്ട് എടുത്ത ആൾക്കാർക്ക് $500 പ്രോഫിറ്റും ഉണ്ടായിട്ടുണ്ട്. കാരണം ഇന്നലെയും നമുക്ക് ഒരു മാർക്കറ്റ് ടൈമിങ്ങിന് പോലും 1.0500 താഴെയായിട്ട് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നും 1.0500 അടുത്ത് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് യൂറോ USDയിൽ പറയാനുള്ള കാര്യം. ഓക്കെ, സോ നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പോൾ, GBP നമുക്ക് 1.2700 ക്രോസ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. കാരണം
ഇത് യൂറോപ്പ് ക്ലോസ് ആയ സമയത്ത് 1.27140 ആയിരുന്നു. ഓക്കെ, അതിന് തൊട്ട് മുന്നത്തെ ക്യാൻഡിൽ വരെ അതിന് തൊട്ട് മുന്നത്തെ ക്യാൻഡിലും 1.2700 മുകളിലായിരുന്നു. പക്ഷേ യൂറോപ്പ് ഓപ്പൺ ആയപ്പോൾ 1.2700 മുകളിലായിരുന്നു. അതേപോലെ തന്നെ ഏഷ്യ ക്ലോസ് ആയപ്പോഴും 1.2700 മുകളിലായിരുന്നു. നമുക്കിനി 1.2700 അടുത്ത് കിട്ടുകയാണ്. 1.2710, 1.27070 ആ ഒരു ലെവലിലൊക്കെ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് നമുക്കൊരു ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 1.2660 താഴെയായിട്ട് നമുക്ക് 1.2660 താഴെയായിട്ട് നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ഇടാം. 1.2650 അല്ലെങ്കിൽ 1.2640 ആ ഒരു ലെവലിലൊക്കെ 1.2650 ഒക്കെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഇട്ടാലും തെറ്റില്ലാത്തൊരു കാര്യമാണ്. ഓൾമോസ്റ്റ് 60 പിപ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ആണ് നമുക്ക് ഇടേണ്ടത്. ഓക്കെ, സോ നമുക്ക് ഒരു ലോങ് ടേമിലോട്ടുള്ള ബൈ 1.2780 കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നല്ലൊരു ബൈ പോയിന്റ് നമുക്ക് അവിടെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ളൊരു അഡ്വാൻറ്റേജ്. അതൊരു 300 തൊട്ട് 400 പിപ്പ് വരെ മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് നമുക്കുള്ളത്. നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് ഈ ആഴ്ച മൊത്തം 2630 നിന്ന് 2645 ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് 45 മുകളിലായിട്ട് അധികം ക്യാൻഡിൽസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ എന്നാലും ഷാഡോസൊക്കെ 2655 തൊട്ട് 58 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം വേറെ ഫണ്ടമെൻ്റൽസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് തന്നെ നാളെ നോൺ ഫാം പേറോൾ ഉണ്ടായത് കൊണ്ടിട്ട് തന്നെ ഇന്ന് വളരെ വലിയൊരു മാർക്കറ്റ് മൂവ്മെൻ്റ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് 2630 കിട്ടുക. ഫോർ എക്സാമ്പിൾ 2635 കിട്ടുക. അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പക്ഷേ സ്റ്റോപ്പ് ലോസ് ഇന്നലെ പറഞ്ഞ സ്റ്റോപ്പ് ലോസ് തന്നെ ഇടണം. 2622 താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും. ഓക്കെ, നേരെ മറിച്ച് 2655 2658 കിട്ടുക. അവിടുന്ന് നമുക്ക് സെല്ലെടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 2668 മുകളിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും എന്നുള്ളതാണ്. കാരണം ഇത് രണ്ടും സ്റ്റോപ്പ് ലോസുകൾ കുറച്ച് കൂടുതലാണ്. നമുക്ക് 2658 എന്നുള്ള ബൈ നമുക്ക് 2638 വരെ നമുക്ക് ഓക്കെ, അതായത് 1:2 റേഷ്യോയിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ ഒരു സേഫർ സോണിൽ 2645 ലെവലിലോട്ട് വരുമ്പോൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാനുള്ളത്. കാരണം ഓക്കെ 1:2 റേഷ്യോയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ടേക്ക് പ്രോഫിറ്റ് ഇടണം, അത് നമ്മൾ പഠിച്ചു വെച്ചു. പക്ഷേ ചില സമയങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കോമൺ സെൻസ് യൂസ് ചെയ്യണം. കാരണം എന്താണ്, നാളെ ഒന്നാമത്തെ കാര്യം നോൺ ഫാം പേറോളുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് ആ പ്രോഫിറ്റ് എടുത്ത് മാറിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്ററാണ്. കാരണം മാർക്കറ്റ് ഓടുന്ന റേഞ്ച് വളരെ കുറവായതുകൊണ്ടിട്ടാണ് നമുക്ക് അങ്ങനെ ആ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ നമുക്ക് പിടിക്കാൻ പറ്റാത്ത ഒരു റീസൺ. ഓക്കെ, സോ 2630 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബൈ, 2655 അല്ലെങ്കിൽ 2658 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെല്ല്. ഈ രണ്ട് ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് നിങ്ങളടുത്ത് ഇന്നത്തെ ദിവസം ഗോൾഡിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയും കൊണ്ട് ഞാൻ എൻ്റെ മാർക്കറ്റ് ഡിസ്കഷൻ അവസാനിപ്പിക്കുകയാണ്. നാളെ നോൺ ഫാം പേറോളാണ്. മാർക്കറ്റിൽ നിന്ന് എന്തായാലും മാറി നിൽക്കുക. ഓക്കെ, നാളത്തെ ദിവസം നമുക്ക് ഫുള്ളായിട്ട് മാറി നിൽക്കണം എന്നല്ല, ഒരു 1-2 മണിക്കൂർ മുന്നേ ആയിട്ട്, ന്യൂസ് വരുന്നതിന് 1-2 മണിക്കൂർ മുന്നേ ആയിട്ട് നമുക്ക് മാറി നിൽക്കുക. അതുവരെയുള്ള പ്രോഫിറ്റ് മതി നമുക്ക് എന്നുള്ളൊരു കാര്യം വിചാരിച്ചുകൊണ്ട് മാറി നിൽക്കുക. ഉറപ്പായിട്ടും നാളെ ചിലപ്പോൾ ഭ്രാന്തമായി ഒരുപാട് ഒരു $100 അല്ലെങ്കിൽ $150 ഒരു ഓട്ടം ഉണ്ടാവാം. നാളെ ചിലപ്പോൾ വന്ന് മാർക്കറ്റ് നിൽക്കുന്ന 2780 അല്ലെങ്കിൽ 2530 അല്ലേ, അല്ലെങ്കിൽ 2480 ഒന്നും അറിയില്ല. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് അതുകൊണ്ടിട്ട് നമുക്ക് അറിയാത്തത് കൊണ്ടിട്ട് തന്നെ മാറിക്കുക. അറിയാമെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഇറങ്ങി നിൽക്കത്തില്ലായിരുന്നു അല്ലേ. സോ ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസം പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ് വെളിയിൽ നടക്കുന്നുണ്ട്. US ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളായിട്ട് വാറിൻ്റെ കുറേ കാര്യങ്ങൾ, പീസ് ടോക്കുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഒരു ട്രേഡും എടുക്കാതിരിക്കുക, പ്രത്യേകിച്ച് ഗോൾഡിൽ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസം പറയാനുള്ള കാര്യം. അപ്പം മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.